ചൂഷിത ജനതയൊന്നാകെ പ്രതീക്ഷയോടെ ചേരുകയായി. ഡിമാൻഡ് നേടിയെടുക്കുന്നത് വരെ ഈ സമരം ഈ സെക്രട്ടേറിയറ്റ് നടയിൽ അതിശക്തമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ്. ഇത് നേടിക്കൊണ്ട് ഞങ്ങൾ തിരിച്ചു പോകും. കാരണം സ്ത്രീകൾ ഇവിടെ ഒരു ചരിത്രം എഴുതുന്നത്. ഈ സമരം പരാജയപ്പെട്ടാൽ കേരളത്തിൻ്റെ എല്ലാ സമരങ്ങളുടെയും ഒരു പരാജയത്തിലേക്ക് അത് കൊണ്ടുപോകുമോ എന്നുള്ള ആശങ്ക ഞങ്ങൾക്കുണ്ട്. അപ്പോൾ ഈ സമരത്തിൽ ഞാൻ കാണുന്ന അങ്ങനെ കുറേ പേര് വന്നു പോകുന്നതാണ്. അപ്പോൾ അങ്ങനെ സ്ഥിരമായിട്ട് വന്നു പോകുന്ന ഒരു 500 പേരുടെ അകത്തുനിന്ന് ഒരു 50 പേരെ ഞാൻ സെലക്ട് ചെയ്തിട്ട് ക്വിക്കായിട്ടുള്ളൊരു സർവേ ആണ് ചെയ്തത്. അതിൻ്റെ അകത്തുനിന്ന് വന്ന ഡേറ്റ് ശരിക്കും ഷോക്കിംഗ് ആണ്. അതായത് 50 പേരെ സർവേ ചെയ്തപ്പോൾ അതിൽ ഈ പറഞ്ഞ പോലെ 10% 20% ദലിതരാണ്. 36 മൊത്തത്തിൽ 50-ൽ 36 പേര് ദലിത് ബഹുജനാണ്. 14 പേര് മാത്രമേ ഉള്ളൂ ജനറൽ കാറ്റഗറി ആയിട്ട് വരുന്നത്. അതിൽ തന്നെ നമുക്ക് കാണാം, ഇപ്പോൾ ഈ 10 ദലിതരിൽ തന്നെ 7 പേർക്ക് വീടില്ല. അതിൽ ഒരാളുടെ ബാക്കി 2 പേരുടെ വീട് കടത്തിലാണ്, ഒരാളുടേത് ജപ്തി അടുത്ത് നിൽക്കുന്നു. ഇതേ പാറ്റേൺസാണ് നമ്മൾ ഈ ദലിത് ബഹുജൻ സ്ത്രീകളുടെ ഇടയിലും കാണുന്നത്. ഓൾമോസ്റ്റ് എല്ലാവരുടെയും വീട് കടത്തിലാണ്, പകുതിയിലധികം പേരുള്ളത് ജപ്തി അടുത്ത് വന്നിരിക്കുകയാണ്. പിന്നെ ഈ 36 പേരിൽ 22 പേരുടെ ഭർത്താക്കന്മാർക്ക് കാര്യമായി ജോലിയെടുക്കാൻ പറ്റാത്ത പോലെ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നവരാണ്. ഇവരാണ് വീട്ടിലെ പ്രൈമറി ആണ്. ഇതൊക്കെ ഞാൻ പറയുന്നത് വെച്ചാൽ ഇതൊക്കെയാണ് ഈ സമരം ചെയ്യുന്നതിൻ്റെ പിന്നിലുള്ള സാമൂഹിക യാഥാർത്ഥ്യം. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഈ സമരം സാമ്പത്തികമായ സ്ഥിരതയ്ക്ക് വേണ്ടിയിട്ടുള്ള സമരമാണ്. ദാറ്റ് യു കെൻ സി. ദലിത് ബഹുജൻ സ്ത്രീകളുടെ സമരമാണിത്. ഇതിനെങ്കിലും കണ്ണു തുറക്കട്ടെ എന്ന് പറഞ്ഞ് ഞങ്ങൾ 26,125 പേർക്കും വേണ്ടി ഞാൻ എൻ്റെ തല മുണ്ടനം ചെയ്തു. എൻ്റെ തല ഇനിയെങ്കിലും ഭരണകർത്താക്കൾക്ക് മനസ്സലിവ് ഉണ്ടാവട്ടെ എന്ന് കണക്കാക്കിയാണ് ഞങ്ങളിത് ചെയ്തത്. പക്ഷേ എന്നിട്ട് പോലും ഞങ്ങളെ വെറും കണ്ണീരിലേക്കാണ് വീണ്ടും ഞങ്ങൾ തള്ളിവിടുന്നത്. എന്നെ കണ്ട ആൾക്കാരെല്ലാം പറഞ്ഞ ഇനി ഇതിലെങ്കിലും നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി കണ്ണു തുറക്കട്ടെ, ഇത് കണ്ടെങ്കിലും നിങ്ങളുടെ വേദന ഈ 250 രൂപയിൽ നിന്ന് 100 രൂപയെങ്കിലും കൂട്ടി നിങ്ങൾക്ക് തരട്ടെ, നിങ്ങൾക്ക് തന്ന് ഇനിയെങ്കിലും ഒരു ഇത് കണ്ട് നിങ്ങളെ പറഞ്ഞയക്കട്ടെ. ഓരോ ആശാവർക്കറും ഒറ്റയ്ക്ക് പോയിട്ടാണ് ഫീൽഡ് പ്രവർത്തനങ്ങൾ നടത്തേണ്ടത്. അതുകൊണ്ട് വീടുകളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ധാരാളം പ്രതിസന്ധികൾ, നമുക്കറിയില്ലാത്ത വീടുകളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ധാരാളം പ്രതിസന്ധികൾ, പ്രശ്നങ്ങളൊക്കെ അവിടെ ഉണ്ടാകാം. പക്ഷെ അതിനെയൊക്കെ തരണം ചെയ്തുകൊണ്ടാണ് പോകുന്നത്. പക്ഷെ തിരിച്ച് മാന്യമായൊരു ഇടപെടൽ ആശാവർക്കർക്ക് ലഭിക്കാറില്ല. ഉദാഹരണത്തിന് ജോലിയെടുക്കുന്ന സ്വന്തം സ്ഥാപനം, കാരണം ഏതെങ്കിലും ഒരു പ്രൈമറി ഹെൽത്ത് സെന്റർ കേന്ദ്രീകരിച്ചാണ്, ഫാമിലി ഹെൽത്ത് സെന്റർ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ കേന്ദ്രീകരിച്ചാണ് ആശാവർക്കർമാരുടെ പ്രവർത്തനം നടക്കുന്നത്. പക്ഷേ ഈ സ്വന്തം ആശുപത്രിയിൽ ആശാവർക്കർ ഇരിക്കാൻ ഇരിപ്പിടമില്ല. കാണുന്ന ഏതെങ്കിലുമൊക്കെ വരാന്തയിൽ ഇരിക്കും. കൊണ്ടുവരുന്ന ഭക്ഷണം വെച്ച് കഴിക്കാനൊരിടമില്ല. ഇനി ഒരു അസുഖം വന്നാൽ സാധാരണ ഒരു രോഗിക്കുള്ള പരിഗണനയുള്ളൂ. അവിടെ ക്യൂ നിന്ന് OP ചീട്ടെടുത്ത് ഡോക്ടറെ ക്യൂ നിന്ന് കാണണം. ഇത്തരത്തിലുള്ള വളരെ അപമതിയാണുള്ളത്.
സ്വന്തം സ്ഥാപനത്തിൽ പോലും. അതോടൊപ്പം തന്നെ ധാരാളം ആളുകൾ അസുഖബാധിതരാണ്. ഇപ്പോൾ ക്യാൻസർ പോലുള്ള മാരകമായ അസുഖങ്ങൾ ബാധിച്ച് ചികിത്സ നേടേണ്ട സാഹചര്യം വരുന്നു. അപ്പോൾ അത്രയും കാലം ജോലിയിൽ നിന്ന് വിട്ടു നിൽക്കേണ്ടി വരുന്നു. വലിയ ഭാരിച്ച ചികിത്സാ ചെലവ് വേണ്ടി വരുന്നു. പക്ഷെ ഇതിനൊന്നും 1 രൂപയുടെ സാമ്പത്തിക സഹായം സർക്കാരിന്റെ ഭാഗത്തുനിന്നില്ല. കുടുംബം വിറ്റാണെങ്കിൽ നിങ്ങൾ ചികിത്സിച്ചോളാം. അങ്ങനെ ഒരു ദീർഘകാലം ചികിത്സ കഴിഞ്ഞ് തിരിച്ചു വന്നാൽ ജോലി ഉണ്ടാവില്ല. വളരെ വലിയ പ്രതിസന്ധിയാണ്. രണ്ടായിരത്തി 2014 ഞാൻ ഫീൽഡിൽ പോയി, ഒരു വീട്ടിൽ പോയി. ഇത് സാധാരണ പോകുന്ന വീടാണ്. അവിടെ പോയി എഴുതി. അവിടെ ആ വീട്ടിൽ ആളില്ലായിരുന്നു. ഞാൻ എഴുതിയപ്പോൾ ഒരു പട്ടി കിടന്നു. അത് അവരുടെ വീട്ടിൽ, ആ വീട്ടിൽ പട്ടിയില്ല. എവിടുന്നോ വന്ന് കിടന്ന പട്ടിയാണ്. അവിടെ ഞാൻ പോയി, ഞാൻ ഇന്ന് ചേച്ചിയെന്ന് പറഞ്ഞ് വിളിക്കാനും പട്ടി ചാടി ഓട്ടിച്ച് ഞാൻ ഓടിച്ചെന്ന് ഈ ചിത്രാഞ്ജലി സ്റ്റുഡിയോയുടെ സൈഡിലെ മുള്ള് കമ്പിയായിരുന്നു. ആ മുള്ള് കമ്പി വേലി ഒടിഞ്ഞു കിടന്ന് ആ വേലിയുടെ പുറത്ത് എൻ്റെ സാരി ഉടക്കി ഞാൻ അവിടെ അതിൻ്റെ പുറത്തൂടെ വീണ് എൻ്റെ കാല് മുള്ള് കമ്പി കൊണ്ട് ഇരുമ്പ് തുരുമ്പായി. ഞാൻ ജനറൽ ഹോസ്പിറ്റലിൽ 3 മാസം ഞാൻ അഡ്മിറ്റായിരുന്നു. എൻ്റെ കാല് മുറിക്കണമെന്ന് വരെ മുറിക്കാൻ പറഞ്ഞു. വീണ്ടും ഞാൻ ജോലിക്ക് പോയി തുടങ്ങി. ജോലിക്ക് വന്നു തുടങ്ങിയ സമയത്തിന് ശമ്പളം കിട്ടില്ല. ഞാൻ ഇങ്ങനെ 5 ഓപ്പറേഷൻ കഴിഞ്ഞ് എൻ്റെ ഈ കാലിൽ 5 ഓപ്പറേഷൻ കഴിഞ്ഞ കാലാണ് എൻ്റെ ഈ കാല്. ആ കാലം വച്ചാണ് ഞാൻ ഇന്ന് ജോലിക്ക് പോകുന്നത്. പക്ഷേ എൻ്റെ ആശുപത്രിയിൽ ഒരു ധനസഹായം ഒന്നും പറഞ്ഞാൽ എനിക്ക് കിട്ടിയിട്ടില്ല. ആരുടെ സഹായവും ധനസഹായം. കേരയിൽ സമരത്തെക്കുറിച്ച് നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതാണ്. കേരയിൽ സമര രംഗത്ത് ഉള്ളവർക്കും നെൽകർഷകരായിട്ട് സമരം ചെയ്യുന്നവർക്കും മൂലംപള്ളിയിൽ കുടിയിറക്കപ്പെട്ടവർക്കും ആ സമരത്തിലുള്ളവർക്കും ഒക്കെ ഇതിനോട് യോജിച്ച് അവരാ സമരാവേശം ഉൾക്കൊണ്ട് വരുന്നതിൻ്റെ കാരണം അവരെല്ലാവരും ഈ സർക്കാർ പരാജയപ്പെടുത്താൻ ശ്രമിക്കുന്നത് ഞങ്ങളുടെ എല്ലാവരുടെയും ശബ്ദമാണ് എന്നുള്ള തിരിച്ചറിവ് അവർക്കുണ്ടായതുകൊണ്ടാണ്. അവർ സർക്കാരിനോട് പറഞ്ഞതും അതാണ്. ഈ ശബ്ദം കേരളത്തിൻ്റെ ശബ്ദമാണ്, ജനങ്ങളുടെ ശബ്ദമാണ്. നിങ്ങൾ പരാജയപ്പെടുത്താൻ ശ്രമിക്കുന്നത് കേരളത്തിൻ്റെ ശബ്ദത്തെയാണ്. എം എ ബിന്ദു, ആർ ഷീജ, കെ പി തങ്കമണി, എം ശോഭ, എസ് ശൈലജ, ബീന പീറ്റർ, ആശാവർക്കർമാരുടെ വേതന വർധനവിനും അപ്പുറത്തേക്ക് കേരളത്തിന്റെ പൊതുസമൂഹം വരാനിരിക്കുന്ന നാളുകൾ നടത്തുന്ന എല്ലാത്തരം അവകാശ സമരങ്ങൾക്കും ഊർജം പകരുന്ന ഒരു സമരമായി ഈ സ്ത്രീ തൊഴിലാളികൾ നടത്തുന്ന സമരം മാറണം എന്നുകൂടി ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. അതിനു വേണ്ടിയിട്ടുള്ള കഠിന പരിശ്രമത്തിലാണ്.